എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വിഷു ഇങ്ങ് എത്താറായി. നമ്മൾ വിഷുവിന് മുന്നോടിയായിട്ട് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് നമ്മുടെ വിഷുക്കണി ഒരുക്കാനുള്ള പാത്രങ്ങളും അതുപോലെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ തേച്ച് വെളുപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ അതൊരു ചടങ്ങ് തന്നെയാണല്ലേ. നമ്മൾ വിശേഷ ദിവസങ്ങളിൽ മാത്രം എടുത്തിട്ട് മൂടിക്കെട്ടി വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോൾ അതിൽ മിക്കവാറും ക്ലാവൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ തേച്ച് വെളുപ്പിച്ച് വച്ച പോലെ തന്നെ ഇരിക്കുന്നുണ്ടാവില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാത്രങ്ങളൊക്കെ വെളുപ്പിക്കുക എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് വെളുപ്പിക്കാനായിട്ട് കുറച്ചധികം പാത്രം ഉള്ളതുകൊണ്ട് പൊടിയും അതനുസരിച്ചിരിക്കണം. അപ്പോൾ 1.5 തവി ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1.5 സ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്, പൊടിയുപ്പ്. പിന്നെ 1 സ്പൂണ് ഭസ്മം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് വിനാഗിരി ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഏത് വിനാഗിരി എടുക്കാം. ഞാനിപ്പോൾ ആപ്പിളിൻ്റെ വിനാഗിരിയാണ് എടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഓരോ പാത്രത്തിലും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. വിനാഗിരി കയ്യിൽ തൊട്ടാൽ അലർജി ഉള്ള ആളുകൾ കയ്യിലൊരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ട് തന്നെ ഡയറക്റ്റായിട്ടത് ചെയ്യുന്നത്. നമ്മളിത് എല്ലാ പാത്രത്തിലും തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റോളം അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എല്ലാ പാത്രത്തിലും നമ്മൾ ആ മിക്സ് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് തേച്ചൊരച്ച് കഴുകാനായിട്ട് ഒരു സ്ക്രബ്ബർ വേണം. അപ്പോൾ നമ്മൾ സാധാരണ പാത്രങ്ങൾ തേക്കുന്ന സ്ക്രബ്ബർ എടുക്കേണ്ടത് പൂജാപാത്രമല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയൊരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. എല്ലാ പാത്രവും നമുക്കൊന്ന് ഉരച്ചത് തേച്ചൊന്ന് വൃത്തിയാക്കിയിട്ട് കഴുകിയെടുക്കാം. ഇനി പാത്രങ്ങൾ ഓരോന്നെടുത്ത് നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ തുടച്ച് കളഞ്ഞിട്ട് വെക്കാം. അപ്പോൾ പാത്രം വെളുത്ത് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്ന ആളുകൾ ഈ മെത്തേഡ് ഒന്ന് ചെയ്ത് നോക്കട്ടെ. നിങ്ങൾക്ക് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും. കണിയൊരുക്കാനുള്ള ഓട്ടുപാത്രങ്ങളെല്ലാം നമ്മൾ നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യമുള്ളത്, കണി കാണാനുള്ള കൃഷ്ണനെ ഒന്ന് ഒരുക്കിയെടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന കൃഷ്ണൻ കുറേ പഴകിയതാണ്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിരിക്കണം. അപ്പം ഞാനതൊന്നുകൂടെ ഒന്ന് പെയിൻറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇതാണ് എൻ്റെ കണ്ണൻ്റെ ഇപ്പോഴത്തെ പരുവം. ഞാൻ ഇതിനെ ഒന്ന് കളറൊക്കെ ചെയ്ത് ഒന്ന് സുന്ദര കുട്ടപ്പനാക്കാൻ പോവാണ്. അപ്പോൾ ഈ കൃഷ്ണനെ എനിക്ക് കിട്ടിയതിന് പിന്നിലൊരു കഥയുണ്ട് കേട്ടോ. അത് ഞാൻ അവസാനം പറഞ്ഞു തരാം. ഭാഗ്യത്തിന് എൻ്റെ കയ്യിലുള്ള ആ നിറങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ഈ കണ്ണനിലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് വേറെ കളറൊന്നും എനിക്ക് മേടിക്കേണ്ടി വന്നില്ല. ഇതൊരു വളരെ ക്ഷമയുള്ള ഒരു ജോലിയാണ് കേട്ടോ. നമ്മൾ ഒന്ന് തെറ്റിയിട്ടുണ്ടെങ്കിലും ആകെ കൊളാവും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത് ചെയ്യാനായിട്ട്. എനിക്ക് ഇങ്ങനെ പ്രതിമയിലൊന്നും പെയിൻറ്റ് ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതാണ്. എന്നാലും ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ഞാൻ അങ്ങോട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കണ്ണൻ പുതിയതുപോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഇതുപോലെ നിറം മങ്ങി പഴയ പ്രതിമ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് ചെയ്ത് റെഡിയാക്കാവുന്നേ ഉള്ളൂ. എനിക്ക് ഈ കൃഷ്ണനെ കിട്ടിയതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, അതായത് 2007 ആ സമയത്താണ് ഞാൻ ഈ കൃഷ്ണനെ വാങ്ങുന്നത്. അതായത് ഒരുപാട് നാൾ ആഗ്രഹിച്ച് കൊതിച്ചിട്ട് വാങ്ങിയ കൃഷ്ണനാണിത്. നമ്മൾ വിഷുവിന് കണിയൊക്കെ വെച്ചിരുന്നത് വീട്ടിൽ ഫോട്ടോ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു കൃഷ്ണൻ്റെ ഇതുപോലത്തെ ഒരു പ്രതിമ മേടിക്കണം എന്ന് ഉള്ള കുറേ ആഗ്രഹം കൊണ്ട് പല സ്ഥലത്ത് നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവന്നൊക്കെ വിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല അത് മേടിക്കാനായിട്ട്. പിന്നെ ഒരു വിഷുവിൻ്റെ തലേ ദിവസം ഞാൻ ഇതുപോലെ നമ്മുടെ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ ഇതുപോലെ വിഷു സമയത്ത് കുറേ
കൃഷ്ണ വിഗ്രഹങ്ങൾ അവിടെ വിൽക്കാൻ കൊണ്ടുവരും എന്ന് അറിഞ്ഞിട്ട് ഇത് മേടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് അന്ന് അവിടെ കൃഷ്ണൻ ഉണ്ടായില്ല, ഒറ്റ കടയിലും കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമിച്ചിട്ട് എന്താണാവോ എനിക്ക് സമയമായില്ലേ ഇനി കൃഷ്ണനെ മേടിക്കാനായിട്ട് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് ആ വർഷം നമ്മൾ ഇതുപോലെ ഫോട്ടോ വെച്ചിട്ട് തന്നെ കണി കണ്ടു. പിന്നെ നമ്മുടെ വീടിന്റെ അവിടുന്ന് എല്ലാ വർഷവും നാലമ്പല ദർശനത്തിന് പോണ ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഒരു വണ്ടി എടുത്തിട്ട് അതിലങ്ങനെ പോകും. നമ്മൾ വെളുപ്പിന് ഒരു 5:30 സമയത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയാവും വരുമ്പോൾ. കാരണം എല്ലായിടത്തും കറങ്ങി തിരിഞ്ഞ് പിന്നെ ഗുരുവായൂരും പോയിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ അന്ന് ആദ്യമായിട്ട് പോണായിരുന്നു ഈ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ പോയ സമയത്ത് ഇതുപോലെ ഗുരുവായൂർ പോണ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവനും ഈ നാല് ക്ഷേത്രത്തിലും തൊഴുത്ത് കാശൊക്കെ തീർന്ന് വഴിപാടിട്ടും അതുപോലെ കാണാനൊക്കെ മേടിച്ചൊക്കെ തീർന്ന്. അത് കഴിഞ്ഞ് ലാസ്റ്റത്തെ ക്ഷേത്രത്തിൽ പോയി തൊഴുത് കഴിഞ്ഞിട്ടാണ് പിന്നെ എല്ലാവരും പറഞ്ഞത് ഗുരുവായൂർ കൂടി പോകണുണ്ടെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ, ഗുരുവായൂർ പോകുമ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ ഒറ്റ പൈസ ഇല്ല കയ്യിലിന്. അവിടെ എന്തായാലും കൃഷ്ണൻ ഉണ്ടാവുമല്ലോ, അപ്പൊ കൃഷ്ണനെ അവിടെ നിന്ന് മേടിക്കല്ലോ. പക്ഷെ എന്ത് ചെയ്യും, കയ്യിലാണെങ്കിൽ കാശുമില്ല, ഒന്നുമില്ല. അങ്ങനെ ആകെ വിഷമിച്ചിരുന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെന്ന് അവിടെ ഇറങ്ങിയപ്പോഴും എല്ലാ കടകളിലും ഇരിക്കണം നമ്മുടെ കണ്ണൻ. കൊതി വന്നിട്ട് വയ്യ എനിക്കിതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ. കയ്യിലാണെങ്കിൽ പൈസയുമില്ല. എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു അമ്മുമ്മ, കാളി അമ്മുമ്മ, ആ അമ്മുമ്മേനെ ഞാൻ ഒരിക്കലും മറക്കൂല. വീട്ടിലെപ്പോഴും വരേണ്ട ഒരു അമ്മുമ്മയായിരുന്നു. എൻ്റെ അമ്മുമ്മയുടെ കൂട്ടുകാരത്തിയായിരുന്നു. അപ്പോൾ കാളി അമ്മുമ്മേനോട് ഞാൻ ചോദിച്ചു, അമ്മുമ്മ എനിക്കൊരു കൃഷ്ണനെ മേടിക്കണം, എൻ്റെ പൈസ ഇല്ലാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അതിനെന്താ അമ്മമ്മ തരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കടയിൽ പോയി ചോദിച്ചു വില എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കായും അവര് പറഞ്ഞ് ഈ കൃഷ്ണന് 80 രൂപയാണെന്ന് പറഞ്ഞു. അപ്പൊ അത്രയും പൈസ പോലും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, 40 രൂപ കണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് ഞാൻ അമ്മമ്മേനോട് പോയി പറഞ്ഞു, അമ്മമ്മ 80 രൂപയാണോ അവര് പറയണത് എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ കാശെടുത്ത് തന്നു. ഞാൻ പോയി കൃഷ്ണനെ മേടിച്ചു. ഇത് കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോ എന്തോ ഒരു വല്ലാത്തൊരു സന്തോഷം ഒക്കെ ആയിട്ട് വന്നു. അപ്പോ തിരിച്ച് വീട്ടിലെത്തി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് ആ പൈസ കൊടുക്കണം എന്നുള്ളൊരു ഇതില്ല. കാരണം നമ്മൾ കടം മേടിച്ചതല്ലേ. അപ്പൊ തന്നെ ഞാൻ കൊണ്ടുപോയി പിറ്റേ ദിവസം തന്നെ അത് കൊടുത്തു, പൈസ കൊടുത്തു. അങ്ങനെ ആ വർഷം ഈ കണ്ണനെ വെച്ചിട്ട് കണി കണ്ടു. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഈ കണ്ണനെയാണ് കണി കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇത്ര നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വീട്ടില് പുതിയ വേറൊരു കൃഷ്ണനെ മേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കായും ഇതിനെ അവിടെ നീക്കി മാറ്റി വെച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കായും ഈ കണ്ണൻ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കണ്ണനെ വേണം അമ്മ, ഞാനിത് കൊണ്ടുപോക്കോട്ടെ എന്ന് വെച്ചപ്പോ ആ കൊണ്ടുപോക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ പൂജാമുറിയിലായി പിന്നെ ഈ കണ്ണന്റെ സ്ഥാനം. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്നെടുത്ത് പെയിന്റ് ഒക്കെ ചെയ്തതായിരുന്നു കഴിഞ്ഞതിന് മുന്നത്തെ വർഷം. അപ്പൊ ഈ വർഷം ആയപ്പോ പിന്നെ അതാകെ ഇങ്ങനെ എന്താണ് നിറമൊക്കെ മങ്ങിയിരുന്നോണ്ടാണ് ഒന്നുകൂടെ നമ്മളിത് പെയിന്റ് ചെയ്യാനായിട്ട് എടുത്തത്. അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് 80 രൂപ കടം മേടിച്ച് ഞാൻ വാങ്ങിയ കൃഷ്ണനാണ് ഇത്. എൻ്റെ സ്വന്തം സഹചാരിയായിട്ട് ഇപ്പോഴും ഉണ്ട് കൂട്ടത്തില്. അപ്പൊ കണി കാണാനായിട്ട് നമ്മുടെ കണ്ണൻ എന്താ അവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മളുടെ പൂജാപാത്രങ്ങളും കണി വെക്കാനുള്ള പാത്രങ്ങളെല്ലാം നമ്മള് ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് കണി ഒരുക്കണം. അപ്പൊ നാളെ വൈകിട്ടാണ് നമ്മൾ കണി ഒരുക്കാൻ പോണത്. വിഷുവിന് മുന്നോടിയായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരണേ ഉള്ളൂ. ഇനി പൂജാമുറി ഒന്നോടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധമായ നല്ലൊരു വിഷു ആശംസിക്കുന്നു.